എല്ലാ സത്യവും പുറത്തു പറയേണ്ടതും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമായ കാലം വരുമ്പോഴും മൗനം തുടരുന്നത് ഭീരുത്വമാണെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലൊരു ഭീരുത്വത്തിലൂടെയാണ് മോദിയുടെ ഇപ്പോഴത്തെ യാത്രയെന്ന് പറയേണ്ടി വരും. ഏതാണ്ട് 200-ലധികം പേരാണ് ഗാസയിൽ പട്ടിണി കിടന്ന് മരിച്ചത്. ഇതിൽ 90-ൽ പരം വരുന്നത് കുട്ടികൾ. ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്തത് 60,000-ലധികം വരുന്നവരെയും. സർവ്വതും നഷ്ടപ്പെട്ട് നിസ്സഹായരാണ് ഇന്നവിടെ പലരും. 270-ലധികം പത്രപ്രവർത്തകർക്കും ഇത്തരത്തിൽ മരണം സംഭവിക്കുകയുണ്ടായി. ഇപ്പോൾ വിഷയത്തിൽ നരേന്ദ്രമോദി സർക്കാർ പുലർത്തുന്ന സമ്പൂർണ്ണ മൗനത്തെ രൂക്ഷമായി വിമർശിക്കുകയാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി. ഇത് മനുഷ്യത്വത്തിൽ നിന്ന് ധാർമ്മികതയിൽ നിന്നുമുള്ള തികഞ്ഞ ഒഴിഞ്ഞുമാറലാണെന്ന് അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനും മനുഷ്യാന്തസ്സിനും വേണ്ടി ഒരു കാലത്ത് അചഞ്ചലമായി നിലകൊണ്ട ഇന്ത്യയുടെ ശബ്ദം ഇന്ന് ശ്രദ്ധേയമാം വിധം നിശബ്ദമായിരിക്കുന്നുവെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. വ്യക്തിഗത നയതന്ത്രത്തിന് മുകളിലേക്ക് രാജ്യം ഉയർന്നു വരണമെന്നും നീതി, മനുഷ്യാവകാശങ്ങൾ, അന്താരാഷ്ട്ര നിയമം എന്നിവയോടുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കണമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളോ തന്ത്രപരമായ താല്പര്യങ്ങളോ അല്ല, മറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയും മോദിയും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദത്തിനാണ് ഊന്നൽ നൽകുന്നതെന്നും സോണിയ കുറ്റപ്പെടുത്തുന്നു. ഗാസയിൽ നടക്കുന്നത് വംശഹത്യയിൽ കുറഞ്ഞതൊന്നുമല്ലെന്നും സോണിയ കൂട്ടിച്ചേർക്കുന്നു. സാധാരണക്കാരെ ക്ഷാമാവസ്ഥയിലേക്ക് തള്ളിവിടുകയും ഭക്ഷണവും മാനുഷിക സഹായവും ലഭ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അവരെ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്ന ഇസ്രായേലിന്റെ ചെയ്തികളോട് ലോകം മന്ദഗതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ അടിവരയിടുന്നുണ്ട്. പലസ്തീൻ പ്രശ്നത്തെ കേവലം വിദേശ നയത്തിന്റെ വിഷയമായി കാണാതെ ഇന്ത്യയുടെ ധാർമ്മികമായ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കേണ്ട സമയമായിട്ടാണ് കാണേണ്ടതെന്ന് സോണിയ പറയുമ്പോൾ, കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യ നേരിട്ട പോരാട്ടങ്ങളെയാണ് അവരുടെ ദുരവസ്ഥ പ്രതിധ്വനിപ്പിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. ഇത്രയേറെ ദുരിതത്തിലൂടെ ഗാസ കടന്നു പോകുമ്പോൾ ഈ ഘട്ടത്തിലെങ്കിലും ഇന്ത്യയുടെ ചരിത്രാനുഭവങ്ങളും ധാർമ്മിക അധികാരവും മനുഷ്യാവകാശങ്ങളോടുള്ള പ്രതിബദ്ധതയും ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ടെന്നും നീതിക്ക് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ പ്രാപ്തരാകേണ്ടതുണ്ടെന്നും സോണിയ പറയുന്നു. അടുത്തിടെ ഫ്രാൻസ്, UK, കാനഡ, പോർച്ചുഗൽ, ഓസ്ട്രേലിയ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച കാര്യവും അവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പലസ്തീനികൾക്കെതിരെ അക്രമത്തിന് പ്രേരിപ്പിച്ചതിന് ആഗോളതലത്തിൽ തിരിച്ചടി നേരിട്ട ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ ധനമന്ത്രിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചതിനും അവർ മോദി സർക്കാരിനെ വിമർശിക്കുകയുണ്ടായി. ഏതാണ്ട് 3-ാം തവണയാണ് ഗാസ വിഷയത്തോടുള്ള മോദി സർക്കാരിന്റെ സമീപനത്തിനെതിരെ സോണിയ വിമർശനമുയർത്തുന്നത്. പതിറ്റാണ്ടുകളായി ഈ വിഷയത്തിൽ അനുഭാവം പുലർത്തിയ ഇന്ത്യ ഇപ്പോൾ പലസ്തീന്റെ നിസ്സഹായ അവസ്ഥയിൽ നിശബ്ദത പാലിക്കുന്നു എന്നത് തന്നെയാണ് പലരെയും അത്ഭുതപ്പെടുത്തുന്നതും.